നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലെ സ്വകാര്യ തൊഴിലവസരങ്ങളും അതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള തൊഴിലവസരങ്ങളും സർക്കാരിൻ്റെ ഒരു സംവിധാനത്തിലൂടെ കണ്ടെത്തി അതിന് നിങ്ങൾക്ക് അപേക്ഷിച്ച് അത് നേടാൻ പറ്റുന്ന ഒരു അവസരമാണ് കേരള നോളജ് എക്കോണമി എന്ന് പറയുന്ന എക്കോണമി മിഷൻ നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഈ കേരള നോളജ് എക്കോണമി മിഷൻ്റെ ഒരു പ്രധാന ഉദ്ദേശവും അതുതന്നെയാണ്. വിദേശത്തും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള നല്ല തൊഴിലവസരങ്ങൾ ജെന്യുവിനായിട്ടുള്ളത് കണ്ടെത്തി അത് കേരളത്തിലെ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ആ പ്രൊഫഷണലുകളെ അതിലേക്ക് അപേക്ഷിക്കാനും അത് നേടിയെടുക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് കേരള നോളജ് എക്കോണമി മിഷൻ. അപ്പോൾ ഇവർ റീസെൻ്റ്ലി അനൗൺസ് ചെയ്തേക്കുന്നത് വലിയ ഒരു ജംബോ ലിസ്റ്റാണ് അനൗൺസ് ചെയ്തേക്കുന്നത്. അതായത് അവസരങ്ങളുടെ വലിയൊരു ലിസ്റ്റ് എന്ന് നമുക്ക് പറയാം. അതായത് 14,049 അവസരങ്ങൾ. ഒന്ന് ചിന്തിച്ച് നോക്കുക, 14,049 അവസരങ്ങളാണ് ഇവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അവസരങ്ങൾ നമുക്ക് എങ്ങനെ ഗ്രാബ് ചെയ്യാം, ഏതൊക്കെ മേഖലകളിലാണ്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഈ അവസരം എന്നൊക്കെയുള്ളതായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയും. ഇത് ദയവായി ശ്രദ്ധിച്ച് കേട്ട് അതിന് നിങ്ങൾക്ക് പറ്റുന്നതിനൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ കേരള നോളജ് എക്കോണമി മിഷൻ അനൗൺസ് ചെയ്തേക്കുന്ന 14,049 അവസരങ്ങൾ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് സ്വകാര്യ സ്ഥാപനങ്ങളിൽ തന്നെയാണ്. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാപനങ്ങളിലുള്ളതാകാം, അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിലുള്ളതുമാകാം. അപ്പോൾ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് കേരളത്തിന് പുറത്തുള്ള കുറേയധികം സംസ്ഥാനങ്ങളിൽ ഉള്ള അവസരങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള 2 രാജ്യങ്ങളിലുള്ള അവസരങ്ങൾ. അപ്പോൾ ഇതിനകത്ത് ഈ അനൗൺസ് ചെയ്തേക്കുന്നതിൽ പ്രധാനപ്പെട്ട കുറേ അവസരങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് സൂചിപ്പിച്ചു തരാം. നിങ്ങൾക്ക് ഒരു കെയർ ഗിവർ ജോലി നോക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് ഉള്ള അവസരം ഇതിനകത്ത് ജാപ്പനീസ് ഭാഷ കൂടി നിങ്ങൾക്ക് അറിയാം എങ്കിൽ ജപ്പാനിൽ ഉള്ള കുറച്ച് അവസരങ്ങളുണ്ട്. അതായത് ചെറിയ നമ്പേഴ്സല്ല, 250 കെയർ ഗിവേഴ്സിനെയാണ് ജപ്പാനിലെ ഒരു സ്ഥാപനത്തിന് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് അവർക്ക് ആവശ്യമുള്ളത് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് MLM കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം, അല്ലെങ്കിൽ GNM കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം. അതുമല്ല എങ്കിൽ ഒരു BSc നഴ്സിംഗ് പ്രോഗ്രാം കഴിഞ്ഞവരാണെങ്കിലും കുഴപ്പമില്ല. 20 മുതൽ 27 വരെ വയസ്സ് പ്രായം ആ ഒരു സെഗ്മെൻറ്റിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഒരൊറ്റ കാര്യം, 9 മാസത്തെ ഒരു ജാപ്പനീസ് കോഴ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, ചെയ്തിരിക്കണം. ജാപ്പനീസ് ഭാഷ നിങ്ങൾക്ക് അറിയാമായിരിക്കണം. നല്ല ശമ്പളമാണ് ഓഫർ ചെയ്യുന്നത്. ഏതാണ്ട് 92,500 മുതൽ 1,19,000 വരെയുള്ള തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന തൊഴിലവസരങ്ങളാണ് നിങ്ങളെ ജപ്പാനിൽ കാത്തിരിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ഓർക്കുക. അതുകൂടാതെ ജാപ്പനീസ് അവസരങ്ങൾ ഇതിൽ കൂടുതലുണ്ട്. സെമി കണ്ടക്ടർ എഞ്ചിനീയേഴ്സിൻ്റെ അവസരങ്ങൾ വിളിച്ചിട്ടുണ്ട്. വലിയ നമ്പേഴ്സ്, 30 നമ്പേഴ്സ് ഉണ്ട്. അത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കെമിക്കൽ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു മേഖലയിലുള്ള ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതും ഏതാണ്ട് 1 ലക്ഷം മുതൽ 1,50,000 വരെ സാലറിയുള്ള ഒരു പ്രൊഫൈലാണ്. ഇതിനും ജാപ്പനീസിലൊരു നോളജ് അവർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ജാപ്പനീസ് ലാംഗ്വേജ് പഠിച്ചിട്ടുള്ളവരാണ്, അതിൻ്റെ കൂടെ ഈ ഒരു ക്വാളിഫിക്കേഷൻ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് നല്ലൊരു അവസരം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അതുകൂടാതെ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ ആ ഓപ്പർച്യൂണിറ്റിയും ജപ്പാനിൽ തന്നെയുണ്ട്. ഈ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ 25 വേക്കൻസീസ് ആണുള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ തുല്യമായത്, മേ ബി ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗും ഒക്കെ ആക്സെപ്റ്റഡ് ആയിരിക്കാം. 1,11,000 രൂപയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ. മുൻപ് പറഞ്ഞതുപോലെ ജാപ്പനീസ് ലാംഗ്വേജിൽ ഒരു ധാരണ വേണം. ഇതുപോലെ തന്നെ ജർമ്മനിയിൽ കുറച്ച് അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ കേരള നോളജ് എക്കോണമി മിഷൻ തന്നെ പറഞ്ഞിട്ടുള്ള അവസരങ്ങൾ. അത് ഏതാണ്ട് 250 അവസരങ്ങൾ വന്നേക്കുന്നത് BSc നഴ്സസിന് വേണ്ടിയാണ്. അപ്പം നഴ്സിംഗിൽ ഒരു തൊഴിലവസരം നോക്കി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സുവർണ അവസരം എന്ന് ഞാൻ പറയും. 250 അവസരങ്ങളാണ് നഴ്സസിന് ജർമ്മനിയിൽ കാത്തിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് GNM കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് അല്ലെങ്കിൽ BSc നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് അപേക്ഷിക്കാം. 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. പല ജോലി അവസരങ്ങളും 25 വയസ്സ്, 27 വയസ്സെന്നൊക്കെ പറയും, അല്ലെങ്കിൽ 30 വയസ്സ് പറയും. ഇത് 40 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത ആളായിരിക്കണം. ജർമ്മൻ ഭാഷയെ സംബന്ധിച്ച് B2 ലെവൽ ജർമ്മൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സാലറി ഏറ്റവും മികച്ചതാണ്. 2,31,000 മുതൽ ഏതാണ്ട് 3 ലക്ഷം വരെ പ്രതിമാസ സാലറി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ജർമ്മനിയിലെ ഏറ്റവും മികച്ച അവസരങ്ങളാണ്. ഇത് ഞാൻ കുറച്ച് അവസരങ്ങൾ ലിസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഇത് കൂടാതെ
കേരളത്തിന് പുറത്ത് തന്നെ മുംബൈയിൽ, ഡൽഹിയിൽ, ചെന്നൈയിൽ, ബാംഗ്ലൂരും ഒക്കെയായി ഒരു ഒട്ടനവധി അവസരങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടിയാണ് ഇവർ ഈ 14,049 അവസരങ്ങൾ എന്ന് പറഞ്ഞേക്കുന്നത്. ഞാൻ ആ അവസരങ്ങളുടെ എണ്ണം ഒന്ന് പറയാം. ടെക്നിക്കൽ മേഖലയിൽ ഏതാണ്ട് 6,800 അവസരങ്ങളുണ്ട്. എഡ്യൂക്കേഷൻ മേഖലയിൽ 144 അവസരങ്ങളുണ്ട്. ഹെൽത്ത് കെയർ മേഖലയിൽ ഏതാണ്ട് 2,077 അവസരങ്ങളുണ്ട്. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ 2,500ഓളം അവസരങ്ങളുണ്ട്. ബാങ്കിങ് മേഖലയിൽ 300 അവസരങ്ങൾ. സെയിൽസ് മാർക്കറ്റിങ്ങിൽ ഏതാണ്ട് 1,700-ൽ പരം അവസരങ്ങൾ. അപ്പോൾ ഇത്രയും അവസരങ്ങളാണ്. എല്ലാം കൂടി ആകെ 14,049 അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഇതിന് ചെയ്യേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ടത് കേരള നോളജ് എക്കണോമി മിഷൻ്റെ ഒരു പോർട്ടലുണ്ട്. നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്നത് അവരുടെ ഡീറ്റെയിൽസൊക്കെയാണ്. അപ്പോൾ കേരള നോളജ് എക്കോണമി മിഷൻ്റെ പോർട്ടലിൽ കയറുക. അതായത് DWMS എന്ന് പറയുന്ന ഒരു പോർട്ടലാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിൽ കയറി ഒരു രജിസ്ട്രേഷൻ ചെയ്യുക. ഒറ്റ തവണ രജിസ്ട്രേഷനാണ്. അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അവസരങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ആവും. അപ്പോൾ അതിൽ കയറുക. ഈ DWMS പോർട്ടലിൽ കയറി ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. അതിൽ അവൈലബിൾ ആയി കിടക്കുന്നത് നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ നോക്കി അപ്ലൈ ചെയ്യുക. ഞാനിത് പ്രത്യേകമായി പറയാൻ കാരണം, ഈ കേരള നോളജ് എക്കോണമി മിഷനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ അവസരങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിൽ രജിസ്റ്റർ ചെയ്ത് കടന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി വരുന്ന അവസരങ്ങളുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇതിൽ ഉള്ള എലിജിബിലിറ്റി ഉള്ള അവസരങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു കോൺടാക്റ്റ് നമ്പറുണ്ട്. കൂടുതൽ വിവരങ്ങൾ നേരിട്ട് അവരിൽ നിന്ന് അറിയണമെങ്കിലുള്ള ഒരു കോൺടാക്റ്റ് നമ്പറുണ്ട്. അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പഠിച്ച് ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി ഇതിനു വേണ്ടി ഒന്ന് അപേക്ഷിക്കാനായിട്ട് നിങ്ങളൊന്ന് തയ്യാറാകുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് ഈ ചാനലിലൂടെ എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്യുക. നിങ്ങൾ ആ ബെൽ ഐക്കൺ ഒന്നൊക്കെ എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നേരിട്ട് നിങ്ങളിലേക്ക് എത്തും. ദിവസം 2 വീഡിയോസ് എങ്കിലും മിനിമം ഞാൻ ചെയ്യാറുണ്ട്. Thanks for watching and wish you all the best.